What's up gamers? Welcome back to Minecraft. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ വീണ്ടും മൈൻക്രാഫ്റ്റ് ആണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോണേ. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ മൈൻക്രാഫ്റ്റിൽ പെറ്റ്സ് പാർക്ക് എന്ന് നമ്മൾ ഇപ്പോൾ ഇരിക്കണം. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടോ? ഇതിപ്പോൾ സെക്കൻഡ് എപ്പിസോഡാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് ആനിമൽസിനെ ഞാൻ നമ്മുടെ പെറ്റ്സ് പാർക്കിലോട്ട് നമ്മൾ കൊണ്ടുവരാൻ പോകണം. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ ഗായ്സ് നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ടായി. ഇതായിരുന്നു ഞാൻ സെറ്റ് ചെയ്ത് വെച്ച സ്ഥലം. എൻ്റെ ഒരു കുച്ചാകം പിടിച്ച പോലെ ഞാൻ ചെയ്ത് വെച്ചിരിക്കണേ. എന്നാലും കുഴപ്പമില്ല, കുറച്ച് പന്നിയൊക്കെ ഉണ്ട്. ഉജ്ജൽ പെറ്റ് പീൻ്റെ ഒക്കെ കോലം കണ്ട് അതൊന്നും കുഴപ്പമില്ല. നമുക്ക് നെക്സ്റ്റ് ആമേനെ കൊണ്ടുവരണ്ട, ആദ്യം ആടിനെ കൊണ്ടുവരാം. ആടിനെ ഫീഡ് ചെയ്യാം. ആടിനെ ഫീഡൊക്കെ ചെയ്ത് പൊളിയാക്കാൻ പറ്റും. നമ്മൾ ശരിക്കും വില്ലേജസിനെ കേട്ടോ കസ്റ്റമറായി കൊണ്ടുവരാൻ പോണേ. ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റാണ്. അപ്പം നമുക്ക് ഷീപ്പിനെയാണ് ആദ്യം കൊണ്ടുവരേണ്ടത്. ഷീപ്പ് അവിടെ സ്പോണക്ക്. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഫെൻസ് വേണം. ഫെൻസ് എന്നൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് പോകണം. ഫെൻസിന് ഇങ്ങോട്ട് പോയി പിന്നെ ഓക്ക് ഫെൻസ് ഓൾറെഡി എൻ്റെ കയ്യിൽ ഫെൻസ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇങ്ങനെ പണിത് ഈ ചെറുത് മതിയില്ലേ, നല്ല വലിപ്പമൊന്നും വേണ്ട, അത്രയ്ക്കും വലുത് സെറ്റ് ആക്കണ്ട. ഇത്രത് ഇതിൽ നമുക്ക് ഒരു 3 ഷീപ്പ് വയ്ക്കാം. 1 2 3. യെസ്, 3 ഷീപ്പിനെ ഫീഡ് ചെയ്യാൻ പറ്റും ഗൈസ്. ഇപ്പൊ തന്നെ ഫീഡ് ചെയ്യണ്ട, അപ്പൊ പെറ്റായി മാറും. എന്തിനാണ് ഫ്രണ്ട്സിന്റെ പകരം പോണ്ട്? ഷീപ്പിനെ വെച്ചു, പിന്നെ വേണമെങ്കിൽ കൗവിനെ വെക്കാം. കൗവിനെ ഞാൻ കൊന്നില്ലേ, പാമ്പശു. അച്ചടാ പാമ്പശു കേട്ടോ, നല്ല പാപം. ഭാരതത്തിന് സുഖമില്ലാന്ന് പറഞ്ഞത് പശുവിനെ പോണേ. പശു ഇതിൽ ഫുള്ള് നമുക്ക് ഇമ്പോർട്ടൻ്റ് എക്സ് ആണ് ഗൈസ്. എക്സ് ആണ് നിങ്ങൾക്ക് ഇതിൽ ഫുള്ള് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് വെക്കാം. നിങ്ങൾക്ക് ഇനി എന്താണ് വെക്കേണ്ടത്? ഇതാണ് വെക്കേണ്ടത്. കൗ സ്പോണിങ് കേട്ടോ. കൗ സ്പോണിങ് എഗ് അല്ല, അതിങ്ങനെ സ്പോൺ ചെയ്തോണ്ട് ഒന്ന് നമുക്ക് 4 കൗ വയ്ക്കാം. 1 2 3 4. 4 കൗവിനെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഫിഷ് ഉണ്ടാക്കണം ഗൈസ്. ഇതിൽ കുറേ ആനിമൽസ് ഉണ്ടാകും ഗൈസ്. ഫിഷ് നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റില്ല എന്നാ പറയുന്നത് ശരിക്കും മൈൻക്രാഫ്റ്റ്. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഇച്ചിരി നമുക്ക് ഫിഷിൻ്റെ ഒരു എഗ്ഗ വേണ്ട. ഫിഷ് വേണം. എന്നാലും കുറച്ച് ഡാർക്ക് ഫിഷുകൾ വേണ്ട. നമുക്ക് ഡാർക്ക് ഫിഷ്. ഇപ്പം നമുക്ക് ഒരു ഫിഷിനെ വളർത്തുന്ന ഒരു സാധനം വേണം. അതിങ്ങനെ ഒരു കമ്പൗണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാൽ നമ്മൾ എടുക്കുക. അതിന് ഈ സാധനം മതി, ബ്രിക്ക്. ഈ ഒരു ബ്രിക്ക് മാത്രം നമുക്ക് ഇനി മതി. പിന്നെ സ്പോൺ എഗ്. നമ്മൾ കുറേ ഫിഷിന് നമ്മൾ സ്പോൺ ചെയ്യണ്ട, അത് അപ്ലൈ പറയാൻ. ഫിഷ് സ്പോൺ എഗ്. കുറച്ചൊക്കെ കുഴി വേണം നമുക്ക്. എൻ്റെ മോനെ കുഴി ഇരിക്കട്ടെ. എൻ്റെ പൊന്നെ, പിഗൊക്കെ അതിൻ്റെ ഉള്ളിൽ പൊട്ടിരിക്കണേ. എന്താണ് ഇത്? പിഗൊക്കെ അതിൻ്റെ ഉള്ളിൽ പൊട്ടി. എന്താണ് സാധനം? പൊളി. ഈ വീഡിയോ പൊളിക്കും പോകണം. ഈ വീഡിയോ 5 മില്യൺ പോകാൻ ചാൻസ് കൂടുതലാണ്. ഇതെന്താണോ ഈ സാധനം? എൻ്റെ അമ്മോ, ഒരു കുഴിയിൽ പിഗൊക്കെ പെട്ടാക്കണേ. ഓക്കെ,
നമുക്ക് ഫിഷ് സ്പോണിങ് എഗ്ഗ് നമുക്ക് എടുക്കാം. ഫിഷ് സ്പോണിങ് എഗ്ഗ്. അതിനുമ്പോൾ വാട്ടർ വേണം. സ്ഥലം മൊത്തം അത് മാറി വാട്ടറാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. വാട്ടറിൻ്റെ നമുക്ക് നല്ല ആവശ്യം കൂടുതലാണ്. ലോട്ട് 3K എല്ലാവരും അടിച്ച് പൊട്ടിക്കണം. സബ്സ്ക്രൈബ് ബട്ടൺ. നമ്മൾ കുറേ ഫിഷിനെ സ്പോൺ ചെയ്യുന്നുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ കുറേ ഫിഷിനെ ഞാൻ സ്പോൺ ചെയ്യുന്നുണ്ട്. നമ്മളിന്ന് പെറ്റ്സ് പാർക്ക് ഇന്ന് ഡെക്കറേറ്റ് ചെയ്യും. നമ്മൾ കുറേ ചെയ്യും. ഓ, ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന നല്ല രസമുണ്ടാ. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന നല്ല രസമുണ്ട്. അപ്പൊ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. ഓക്കെ, ദിസ് തിങ് നമുക്ക് ഇനി വേറെ ഫിഷിനെയും കൂടെ വെക്കാനുണ്ട് ഗൈസ്. കുറേ ഫിഷ് വേണം. നീന്തി കളിക്കുന്നൊക്കെ കാണാൻ നല്ല രസമാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ഫിഷിനെയും കൂടെ വേണം. ഏത് ഫിഷ് കിട്ടും? ഇവിടെ പോയി നോക്കിയപ്പോലെ ഇവിടെ പോയി നോക്കിയാൽ നമുക്ക് കിട്ടും. ഓബ്സ്. ഇത് മോബെക്സ് സത്യ മോബെക്സ്. ഇത് വേണം. ഇത് ട്രോപ്പിക്കൽ ഫിഷ് സ്പോൺ എഗ്. ട്രോപ്പിക്കൽ ഫിഷ് സ്പോൺ എഗ്ഗാണ്. ഓ, ഇതെന്ത് കളർഫുള്ളാടാ. ഓ, മീനൊക്കെ ചാടിക്കളിക്കണേ. അയ്യോ, കുറച്ചൊക്കെ പുറത്ത് പോയി. അയ്യോ, അത് കുഴപ്പമില്ല. എൻ്റെ മോനെ വിഷയം. ഇവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ ഫിഷിനെ വെക്കാം. യോ, അങ്ങനെ നമ്മുടെ അക്വേറിയം ഇവിടെ റെഡിയായി. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ കമ്പൗണ്ടൊക്കെ ഇങ്ങനെ കുറെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണ്ടേ. അപ്പം നിങ്ങൾക്ക് കമ്പൗണ്ട് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഡയമണ്ട് ബ്ലോക്ക് എടുക്കണം. ഡയമണ്ട് ബ്ലോക്ക് ഞാനേ മൈൻക്രാഫ്റ്റ് ശരിക്കും പോയാട്ടോ. ഞാൻ കളിച്ച് മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു വലിയ വീട് വരെ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ലുക്ക് നോക്കാനുള്ള കറക്റ്റ് സമയം അയച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. ലുക്ക് നോക്കാനുള്ള കറക്റ്റ് സമയം. അപ്പം നമുക്ക് lantern. Oh my god. ഫിഷിൻ്റെ അവിടെ നിന്ന് കുറച്ച് ലാൻഡേൺസ് വെക്കട്ടെ. നല്ല ലുക്കാവും. ഫിഷിൻ്റെ അവിടെ കുറച്ച് ലാൻഡേൺസ് വെക്കട്ടെ. യെസ് guys, finally. അങ്ങനെ ഫൈനലി നമ്മൾ സെറ്റായി. അപ്പം നമുക്ക് ലാമ എഗ്ഗാണ് ഇത്തവണ വേണ്ട. ലാമ ഇങ്ങനെ ഉണ്ടാക്കി കഴിയാണ് നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പിങ് ഗൈസ്. അപ്പം നമുക്ക് വേഗം നമുക്ക് ലാമ ഉണ്ടാക്കാം. ഇത്രയും പണിയെടുത്തു. അധികം പണിയൊന്നും ഉണ്ടായിരുന്നില്ല, ഈസിയൊക്കെ ആയിരുന്നു. എന്നാലും അധികം അങ്ങനെയൊക്കെ ഇതുണ്ട്. ഇതെന്താ? സ്കെലട്ടൺ ഹോഴ്സ് പോണക്ക്. ഇതുണ്ട്. ഇത് ലാമയൊക്കെ വെള്ളത്തിൽ ജീവിക്കും. അതാർക്കറിയാം? തമ്പുരാനറിയാം. ഈ ഇന്ത്യയിൽ ആർക്കും ഇല്ല കേട്ടോ ലാമ ഇങ്ങനെ വെള്ളത്തിൽ ജീവിക്കാറുണ്ടോന്ന്. ലാമ നമ്മുടെ മേലെ എന്താ ചെയ്യാ അറിയാലോ നിങ്ങൾക്ക്. നമ്മുടെ മേലെ നമ്മൾ ഡെയിലി വെള്ളം കഴിച്ചാൽ പിന്നെ കുൽക്കുഞ്ഞു തുപ്പില്ലേ, അതേപോലെ ഉണ്ടാവും ചെയ്യും. അല്ലാണ്ടാണ് തുപ്പും. ലാമയുടെ കാലും അതാണ്. സർവൈവലെങ്ങാലും നമ്മൾ വരും. ലാമയെ അറ്റാക്ക് ചെയ്യണം, നമ്മളെ തിരിച്ച് അറ്റാക്ക് ചെയ്യും.
അതാണ് ലാമ ലക്ഷണങ്ങൾ. യോ ലാമത്തി, യോ നമുക്കൊരു 5 ലാമ വെക്കാം. 5 llamas. 1, 2, 3, 4, 5. ये 5 llamas ആയിരം മോനെ. സെറ്റ് അങ്ങനെ ഫൈനലി നമ്മളെ പെറ്റ് പാർക്ക് ഇവിടെ നോർമലി ഒഫീഷ്യലി നമ്മുടെ ഇവിടെ ഫുള്ളും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എപ്പിസോഡിലാണ് വരിക. 6 എപ്പിസോഡൊന്നും ഞാൻ പറഞ്ഞിരിക്കണം. ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ 6 എപ്പിസോഡെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 6 എപ്പിസോഡ് വരെ ഇത് വർക്ക് ആവുമോയെന്ന് എനിക്കറിയില്ല. 6 എപ്പിസോഡ് ആവാൻ നേരത്തെ ഇത് ഫുള്ളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പീസ്.